അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളതൊരു സോയാബീൻ പൊരിച്ചതാണ്. അപ്പോൾ ഈ സോയാബീൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമ്മൾ സാധാരണ പൊരിക്കണ പോലെയല്ല, ഇതിലൊക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് ആണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ തോന്നും. ഞാൻ അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് 2-3 കഴിച്ചു. അപ്പോൾ ഇനി വെട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് സോയാബീൻ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള സോയാബീൻ എടുത്തിട്ട് അത് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ പച്ചവെള്ളമാണ് വെച്ചിട്ടുള്ളത്. 5-10 മിനിറ്റൊക്കെ വെക്കുമ്പോൾ ഇതിങ്ങനെ പോലെ കുതിർന്ന് വരും. അപ്പോൾ നല്ലോണം കഴുകിയെടുക്കുക. വേറെ പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുത്തു. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് വെള്ളം കുടിക്കണ ഒരു സാധനമാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞാൽ തന്നെ ഇത് വെള്ളം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ കുടിച്ച വെള്ളമൊക്കെ നല്ലോണം കൈകൊണ്ട് പിഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഇതിലൊക്കെ വെള്ളം കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നല്ലോണം കൈകൊണ്ട് പിഴിഞ്ഞാൽ അപ്പോൾ ആ വെള്ളമൊക്കെയാണ് പോയിക്കൊള്ളുന്നുണ്ട്. അത്ര വെള്ളമുണ്ട്. ഞാൻ കഴുകിക്കാണ്ടിനെ വെള്ളമൊന്നും ഇല്ലാതെ എടുത്തതാണ്. ഇങ്ങോട്ടിപ്പോൾ പിഴിഞ്ഞപ്പോൾ കുറേ വെള്ളമുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഒഴിച്ചിട്ട് പാത്രം കഴുകി ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ടുകിഴിഞ്ഞ് ഇതിലെ 1 സ്പൂൺ തൈരും പാകത്തിന് ഉപ്പും 1 സ്പൂൺ സുർക്കയും ഒഴിച്ചുകാണ്ട് നല്ലോണം കുഴച്ചട വെക്കുക. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇത് കുഴച്ചേക്കാം. പിന്നെ തൈരും സുർക്കിയൊക്കെ അതിലേക്ക് പാർന്ന് ഉപ്പിട്ട് ഇനി അത് നല്ല ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ ഇപ്പം തൈരൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോട്ടെ. അപ്പോൾ ഇങ്ങോട്ട് ഒരു 10 മിനിറ്റ് അവിടെ വെക്കാം നമുക്ക്. ആ 10 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഇതിൽ കുറച്ച് അരപ്പ് റെഡിയാക്കാണ്ട് 4 വണക്കമുളകും ചീരുള്ളി, വെള്ളുള്ളി, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് അരപ്പൊക്കെ റെഡിയാക്കിയത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, കുറച്ച് അത്യാവശ്യം എരിവോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നാലും അത് അധികം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് വലിയ ജീരകം ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൈദപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് കുഴക്കുക. ഇനി കുറച്ചും കൂടെ സുർക്ക ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കേട്ടോ. 1 സ്പൂണും കൂടെ സുർക്ക ഒഴിച്ചു. അപ്പോൾ എന്നിട്ട് നല്ലോണം 1 സ്പൂണ് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും അത് ഒഴിച്ചുകൊണ്ട് നല്ല ഒന്ന് കുഴക്കുക. ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും കൊണ്ട് എത്തട്ടെ. അപ്പോൾ ഈ സോയ നല്ലൊന്ന് കവർ ചെയ്ത് ഇരിക്കണം. നല്ലൊരു പൊടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. കുറവാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം എരിവും പുളിയൊക്കെ തന്നെ കുഴച്ച് വെക്കുക. എന്നിട്ട് നല്ല എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ കോരിയിട്ടിട്ട് നല്ല പൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ അതൊരു പകുതി ഒരു 3/4 പൊരി വേവായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചും കൂടി ചേരുവകളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അതൊരു 3/4 ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് നടുവിൽ കീറിയത്, ചീരുള്ളി കുത്തിയത്, കരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി കുത്തിയത്. വെളുത്തുള്ളി തൊലിക്കൊന്നും വേണ്ട, കഴുകിക്കാണ്ട് നല്ല തോലോടുക്ക് തന്നെ അവിടെ കുത്തിയിട്ടാൽ മതി. ഇങ്ങോട്ട് നല്ല ഈ വെളിച്ചെണ്ണയിൽ ഈ സോയാബീൻ്റെ കൂടെ കിടന്നിട്ട് ഈ ചീരുള്ളിയും വെള്ളുള്ളിയും പച്ചമുളകൊക്കെ നല്ല അങ്ങോട്ട് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ തന്നെ 3/4 വേവ് ആയിക്കേണ്ട ശേഷമാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊരിയും കൂടി ആകുമ്പോൾ സോയ ഫുള്ളായിട്ട് നല്ല റെഡി ആവുകയും ചെയ്യും. എന്നിട്ട് ഇതല്ലാണ്ട് കോരിയാണ്ട് വെക്കുക. അപ്പോൾ അത് തന്നെ ഇതൊക്കെ പൊരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം എന്തൊരു സ്മെല്ലാണെന്നറിയാം. ആ വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ കണ്ട് മൂത്ത മണം കേട്ടിട്ട് തന്നെ നമുക്കിത് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും. ഞാൻ അതൊക്കെ കോരി എടുത്തു. ഇനി കുറച്ചും കൂടി ഇടാനുണ്ട്. ഞാൻ മുഴുവനും ഇട്ടിട്ടില്ല ഇനി. അപ്പോൾ അതും കൂടി ഞാനിത് ഈ എണ്ണയിലിട്ടുകാണ്ട് ഒന്നിലൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സോയ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. നമ്മൾ വെറുതെ കഴിച്ചു പോകും. ചോറൊക്കെ കഴിക്കാൻ വേറൊരു കൂട്ടാനും വേണ്ട, ഇത് മാത്രം മതി.
അപ്പോൾ മുഴുവൻ ഞാനിതുപോലെ നല്ല പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സോയാബീൻ പൊരിച്ചത് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക്, ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.